ഹലോ, ഞാൻ സുനി സജയ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോട്ര, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയും ഒക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരാൻ നിറയ്ക്കട്ടെ. ദീർഘായുസും പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുവേശ്വൽ പ്രശസ്തരും ആകട്ടെ. ആമയും പറഞ്ഞ് ഏറ്റെടുത്തോ. ഇത് തന്നെ വിശ്വസിച്ചോ, ഇത് തന്നെ സംഭവിക്കും കേട്ടോ. ഇന്ന് വായിക്കണത് 1 പത്രോസ് 3:10. ഈ വചനാട്ടോ ദൈവം. നമ്മൾ ഇച്ചിരിയോടെ ഇങ്ങനെ എല്ലാ കാര്യത്തിലും വിദ്യാഭ്യാസവും വിവരവും ഉണ്ടായിട്ടും ഇങ്ങനെ നമ്മൾ ഈ ആചാര അനുഷ്ഠാനങ്ങളും ഒരു ഫോട്ടോ വെച്ചിട്ട് അത് നോക്കി ഇരുന്ന് പ്രാർത്ഥിക്കുക. അത് കോൺസെൻട്രേഷൻ കിട്ടാൻ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. യേശുവിൻ്റെ ഫോട്ടോ അല്ലാണ്ട് യേശു എന്ന് പറഞ്ഞാൽ പടം വെച്ചാൽ യേശുവിൻ്റെ രൂപം ബൈബിളിൽ ഒരിടത്തുമില്ല. ഈ ബൈബിളാണ് സത്യം. ബൈബിളിൽ പറയണത് അല്ലാണ്ട് ഒന്നും വിശ്വസിക്കരുത്. ആ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ പറയണത് അനുസരിക്കുന്നവർക്ക് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും നടക്കുമെന്ന് പറഞ്ഞത്. അല്ലാത്തവനൊന്നും കിട്ടില്ല. അപ്പം നമ്മൾ ബൈബിള് വിശ്വസിക്കുക. ബൈബിൾ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ച യേശുക്രിസ്തുവിനെ പോലെ നമ്മളോടാകാൻ അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായവും നമുക്ക് കിട്ടും. 1 പത്രോസ് 3:10 ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവന് ആർക്കും ആഗ്രഹമില്ലാത്ത നല്ല ശുഭകാലം വന്നെന്നും കാണാനും മക്കളെ കാണാനും നന്മ കാണാനും നന്മ അനുഭവിക്കാനും ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അതരത്തെയും അടക്കിക്കൊള്ളട്ടെ. അപ്പോൾ ദൈവം പറയുവാണ്, ദോഷം പറയും. നമ്മൾ ഓർക്കുമ്പോൾ ഒരു ചെറിയ നുണ പറഞ്ഞാൽ എന്നാ കുഴപ്പമെന്നാ, ഒരു ചെറിയ ഒരിടർച്ച വരുത്തി എന്നാ കുഴപ്പമെന്നാ, അങ്ങോട്ടും ഇങ്ങോട്ടും അവളത് നിന്നെപ്പറ്റി പറഞ്ഞിട്ടോ, ഇത് ഇവളെപ്പറ്റി പറഞ്ഞിട്ടോ, ഒരു ഇടർച്ച വരുത്തി. അയ്യോ, ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം, അവൻ്റെ കഴുത്തിൽ കല്ല് കെട്ടി താത്താനാ പറയണത്. അപ്പം നമ്മളായിട്ടൊരു പ്രശ്നം ആ മനുഷ്യൻ്റെ ജീവിതത്തിലോ ഒരാളിലോ ഒരിടത്തും ഉണ്ടാക്കരുതെന്നാ പറഞ്ഞേ. അയ്യോ, അവൻ്റെ കാര്യം കഷ്ടം എന്നാ ബൈബിള് പറയണേ. അപ്പോൾ ഒരു ചെറിയ നുണ, അത് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ല, അനുഗ്രഹം കിട്ടില്ല, ദൈവത്തിന് അനുഗ്രഹം കിട്ടില്ല. എന്ത് ജീവിക്കാനും നമുക്ക് നമ്മുടെ മക്കളും എങ്ങനെ ജീവിക്കും? അപ്പം നമ്മളെപ്പോഴും ഓർക്കുക, നമുക്ക് ആയുസ്സും ആരോഗ്യവും ദൈവത്തിൻ്റെ പ്രസാദം ഉണ്ടെങ്കിലല്ലേ അതൊക്കെ കിട്ടുകയുള്ളൂ. എല്ലാ അനുഗ്രഹങ്ങളും കിട്ടാനും നമ്മളെ തന്നെ ഒന്ന് നമ്മൾ അടക്കണം. എന്നോട് ദൈവം സംസാരിക്കണേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ കുറേ നാളായി നമ്മൾ കട്ട് വർക്കിൻ്റെ കാണിച്ചിട്ടെ. ഈ സിൽക്ക് ഓർഗൻസയിൽ കട്ട് വർക്ക് ആട്ടോ. ഇതിങ്ങനെ ഇത് റീസ്റ്റോക്ക് ആട്ടോ. അത് നമുക്ക് ഭയങ്കര മൂവിങ് ഉള്ളതാണ്. അപ്പോൾ പല എംബ്രോയ്ഡറികളുണ്ട് കേട്ടോ. 2099 ആണ്. നമ്മളിത് 1899 നമ്മളിതെല്ലാം കൊടുക്കണേ. ഇതെല്ലാം 1899 ഫുൾ 2 വശവും കട്ട് വർക്കുണ്ട്. ഉടുക്കാനായാലും നമുക്ക് തേക്കണ്ട, നിഴലടിക്കില്ല, സോഫ്റ്റായിട്ട് കിടന്നോളും. നല്ല കൂടിയ മെറ്റീരിയൽ സിൽക്ക്, ക്രഷ്ഡ് സിൽക്ക് എന്ന് പറഞ്ഞാൽ കൂടിയ ക്വാളിറ്റിയുടെ ആട്ടോ. അതിൽ വില കാണിച്ചേക്കാർന്ന് 2099. അതിലുണ്ടോ? ആദ്യത്തെ വില ഉള്ളതൊന്ന് കാണിച്ചേരാം. ഇതിൻ്റെ ബ്ലൗസ് അത് അതിലെ വില കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് നമുക്ക് 1899 കൊടുക്കണേ. ഇതിൻ്റെ ബ്ലൗസിലൊക്കെ വർക്കുണ്ട് കേട്ടോ. ഇവിടെ എങ്ങാണ്ട് കണ്ടല്ലോ പ്ലേറ്റ്. ഇത് ആദ്യം കാണിച്ച ബീച്ചിൻ്റെ അല്ല, ഇച്ചിരി പിങ്ക് കൂടിയ ബീച്ചാണ്. കട്ട് വർക്ക് എപ്പോഴും ആൾക്കാർക്ക് എപ്പോഴും ഇഷ്ടമുള്ളതാണ്. ഇതാകുമ്പോൾ നല്ല നല്ല കളറ്, ഭയങ്കര എന്നിട്ട് ടോൺ ടു ടോൺ ആണ്. അത് കാരണം ഭയങ്കര രസമാണ്. എല്ലാ കളേഴ്സും ഉണ്ട്. 1899 ഇത് സൂപ്പർ ഹിറ്റ് ആട്ടോ. സൂപ്പറല്ലേ? ഓ സോറി, ഞാൻ അങ്ങോട്ട് നോക്കിയാൽ പോസ് ചെയ്യണേ. ഫോട്ടോ വെബ്സൈറ്റിലിടാൻ മറന്നു. എൻ്റെ ദൈവം, എല്ലാവരും ഓർക്കും വീഡിയോ പിടിച്ചോണ്ടിരിക്കണേക്ക് കണ്ണും പിടിച്ച് എന്നെ നോക്കണേന്ന് ഓർത്തു. ഒച്ചപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കൂന്ന്. അപ്പോൾ പെട്ടെന്ന് അടിപൊളി പേസ്റ്റ് കളേഴ്സാണ്. പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുക്കാല്ലേ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോളിലേക്ക്. അടിപൊളി ഒരു ജൂട്ട് സിൽക്ക് അല്ല, ഒരു സോഫ്റ്റ് സിൽക്ക്. ഇതിൻ്റെ 2499 നമുക്കുണ്ട്. അത് ഞാൻ കാണിക്കാം കേട്ടോ. ഇച്ചിരി ഒരു വ്യത്യാസമുള്ളൂ. സ്റ്റഫ് സെയിം പോലെ അവർ കോപ്പി അടിച്ച് തുടങ്ങിയേക്കണെയാണ്. മുണ്ടാണി ഇത്, ബ്ലൗസ് പീസ് ഇത്, ബുട്ട വന്നിട്ടിങ്ങനെ 1499 രൂപയാണ് ഇതിനുള്ളൂ. അതിൻ്റെ ഒറിജിനൽ ഇതിൻ്റെ നമുക്കുണ്ട്. ഇത് 2499 അല്ലേ?
ഇത് നമുക്ക് 2499 ആട്ടോ. ഇത് ഭയങ്കരമായിട്ട് മൂവ് ചെയ്യണതാണ്. നിങ്ങൾ നോക്കൂ, ഇതിൻ്റെ നടുക്കത്തെ തുണിക്ക് ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്നുള്ളൂ, പൊടിക്ക്. അതിൻ്റെ മുന്താണി ഇങ്ങനെ, പിന്നെ ബ്ലൗസ് പീസ് വന്നതും അതിൻ്റെ പ്ലെയിനാണ് വന്നത്. പ്ലെയിനല്ലോ, ഈ ബ്ലൗസാണ് വന്നത് അല്ലേ, ഇതാ ബ്ലൗസ് വന്നത്. ഇത് 2499. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കോപ്പിയാണിത്. അതുപോലെ ഉള്ളിലിങ്ങനെ മറ്റേ പ്ലെയിൻ സാരി ജൂട്ട് സാരി വന്നതിന് പകരം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ വർക്കോട് കൂടി 1499 രൂപയുള്ളൂ. ഫങ്ഷൻ വെയറിന് ഉള്ളിലൂടെ ഇങ്ങനെയുള്ളത് എല്ലാവർക്കും ഇഷ്ടമല്ലോ. അപ്പോൾ അത് നമുക്ക് 2000-യുടെ ഭയങ്കര മൂവ് ചെയ്യണത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇത് കിട്ടിയ കാരണം പെട്ടെന്ന് ചാടി എടുത്തതാണ്. പെട്ടെന്ന് എടുത്തു. നമുക്കൊരു ഫങ്ഷന് കൊണ്ടുപോകാനും, ചിലർക്ക് പ്ലെയിൻ നടുക്ക് വരുമ്പോൾ അപ്പടിയും പ്ലെയിനാണെന്നും പറഞ്ഞൊരു വിഷമം. അപ്പം എല്ലാത്തിൻ്റെയും ബ്ലൗസും സൂപ്പറാട്ടോ. ഇത് ഈ വില കൂടിയ സാരിയെ തന്നെ ബ്ലൗസ്. എൻ്റെ ഒറിജിനൽ സാരിയിൽ ഇതേ സെയിമാണ്. മെറൂണും പച്ചയും മെറൂണും എൻ്റെ സാരി സെയിം മുട്ട. ഞാൻ പറഞ്ഞില്ല, എൻ്റെ മോൻ്റെ എൻഗേജ്മെൻറ്റിന് 25,000 രൂപയുടെ സാരിയോ ആണ്ട് എടുത്തതിൻ്റെ. എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കില്ല 25,000. അതിന് എത്ര കാലം പറയുമെന്ന് എനിക്കറിയാം. അവളെ പൊങ്ങച്ച അത് ഓർക്കരുത് കേട്ടോ. എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും വില കൂടിയതെടുത്താൽ ടെൻഷൻ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാണ്ട് പൊങ്ങച്ചടിച്ച് പറയണല്ല. ഇപ്പോൾ ഒരു കടയിൽ ഫോൺ മേടിച്ചു പുതിയത്, നമുക്ക് വീഡിയോ എടുക്കാനേ 1,60,60,000. ഇനി ഇതറിയാത്ത ആരുമില്ല. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. കുറേ ദിവസം കഴിയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യും ഞാൻ. അത് പൊങ്ങച്ചായിട്ട് പറയണല്ല, അത്ര ഒരു ആദ്യമാണ്. എൻ്റെ ദൈവം അത്രയൊക്കെ വില ഫോണിനുണ്ടോ അങ്ങനെയൊക്കെ. ഇപ്പം നമ്മൾ കാണിച്ച മഞ്ഞയുടെ തന്നെ അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തു, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് വിളിക്കുക. സെമി മൊഡാൽ സാരി ഇതാട്ടോ ബ്ലൗസ് പീസ് വന്നത്. റേറ്റ് എത്രയാണ്? ഒരു മിറർ വർക്ക് മനും കണ്ടാൽ ശരിക്കും ഒറിജിനൽ മൊഡാലാന്ന് തോന്നും. റേറ്റ് പറഞ്ഞു കേട്ടെ, 999 ഉള്ളൂ. നല്ല രസം കൊടുക്കാം. ഉള്ളപ്പടിയും ശരിക്കും ഈ കുഞ്ഞ് മിററാട്ടോ, സീക്വൻസ് അല്ലേ. ഇവിടെ എപ്പോഴും ഇങ്ങനത്തെ ഈ മൊഡാൽ സാരിക്ക് എപ്പോഴും എൻക്വയറി ഉണ്ട്. 999 ഇങ്ങോട്ടിട്ട് ബ്ലൗസ് പീസ്. അറിയാണ്ട് കണ്ണൊഴിക്കുക. കണ്ണിങ്ങനെ പിടിക്കരുതെന്ന് പറയുമ്പേ ഞാൻ അറിയാണ്ട് കണ്ണ് ശരിയാട്ടോ, കണ്ണടച്ചിരിക്കണ ഫോട്ടോ ഭയങ്കര വൃത്തിയാണ്. മിക്കതും എനിക്ക് കണ്ണില്ല. ഈ വണ്ണം വയ്ക്കുമ്പേ എവിടെയൊക്കെ ഒന്നും പറയണ്ട. ഇല്ല, കോളേജിൽ പഠിക്കുമ്പോഴും ഞാൻ ചിരിക്കുമ്പോൾ കണ്ണില്ലെന്ന് എല്ലാവരും പറഞ്ഞേക്കാം. ശരിക്കും ചിരിച്ചാൽ ആർട്ടിഫിഷ്യൽ ചിരി അല്ലാണ്ട്. ഇതേ കയ്യിലൊക്കെ ഇങ്ങനെ വർക്കൊക്കെ ഉണ്ട് കേട്ടോ, ഞാനത് കണ്ടില്ല. അതേ അടിപൊളി സാരി ആട്ടോ, ശരിക്കും മൊഡാലാന്ന് ഓർക്കും. $999 ഉള്ളൂ കേട്ടോ. നല്ല ശരിക്കും നല്ലതല്ലേ, ഈ വിലയ്ക്ക് നല്ലതല്ലേ. 999. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തു, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോളിലേക്ക്. ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടതാണ്. അപ്പോൾ ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു. നമ്മൾ റീസ്റ്റോക്ക് വന്നേ കുറച്ച് കളേഴ്സ് ഉണ്ട് ബാക്കി. അപ്പോൾ അത് നമ്മൾ വില കുറച്ചിരുന്ന കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നത് 1599 ആണ് ഇതിൻ്റെ റേറ്റ്. 1199 നമുക്ക് തരുക കേട്ടോ. കുറച്ച് പീസ് കൂടി ഉള്ളൂ, അത് കാരണം. അപ്പോൾ ഇത് വിടത്തണില്ല കേട്ടോ. അപ്പടിയും വിടത്തി അവർക്ക് മടക്കാനും കഷ്ടപ്പാടാന്ന് ഓർത്തോണ്ട് നല്ല സാരി കേട്ടോ. കട്ട് ബീഡിൻ്റെ ഹാൻഡ് വർക്കാണേ. ഇത് അപ്പടിയുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഹാഫ് ഫ്ലീസിൻ്റെ ഇങ്ങോട്ട് വരുമ്പോൾ ഉടുത്താൽ നല്ല കനേയില്ല കേട്ടോ. അയ്യോ, സാറ്റിൻ ക്രഷ്ഡ് സിൽക്കിലാട്ടോ ഈ വർക്ക് വന്നേക്കണേ. കനം പറയണ സംഭവം ഇല്ലേ. കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസുമാണ്. അടിപൊളിയാണ്. 1199 ഫങ്ഷൻ ഒത്തിരി സൂപ്പറാണ്. ഫുള്ള് ഇത്രയും വർക്ക് ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്ത് എടുക്കണ്ടേ. 1199. എൻ്റെ ബ്ലൗസ് തന്നെ ബ്ലൗസ് കാണിക്കാണ്ട് എങ്ങനെ കുട്ടിക്ക് കടലാസൊക്കെ ഇത് പൊട്ടിക്കാണ്ട് കാണിക്കാൻ. ബ്ലൗസ് എടുക്കാൻ പറ്റില്ല പൊട്ടിക്കാണ്ട്. ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചേക്കുക അഴിക്കാനൊരു വീഡിയോ ഇതിലേക്കല്ലേ വന്നേ. അത് എന്നെ കാണിച്ചോണ്ടിരിക്കരുത് കേട്ടോ. എൻ്റെ ബ്ലൗസ് ഇങ്ങനെ
ആ ബ്ലൗസ് കുടഞ്ഞാൽ പോരുന്നത് ഇങ്ങനെ എടുക്കാം, അത് കെട്ടഴിക്കണ്ട. എൻ്റെ ഉള്ളിൽ സൈഡിൽ കൂടെ നോക്കിയാൽ അറിയാം. ഇതേ എല്ലാത്തിൻ്റെയും ബ്ലൗസ് ഇതാണോ? എന്നാ പിന്നെ പൊട്ടിക്കണ്ട. ഈ കളറാണ് എല്ലാത്തിനും ഗോൾഡൻ ആണോ വന്നേക്കണേ? അല്ലല്ലോ, ബ്രൗൺ ഒക്കെ വന്നിട്ടുണ്ട്. ആ അപ്പോൾ ഇതേ അടിപൊളി സാരി ആട്ടോ. ഈ റേറ്റിന് 1199 കനം എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ഈ പേപ്പർ പിടിക്കണ പോലെ ആട്ടോ. ഇത് കാണുമ്പോൾ എല്ലാവരും ഓർക്കും, ഞാനും ഓർത്തു വലിയ വെയിറ്റ് ഉള്ള സംഭവം. ഒട്ടും വെയിറ്റ് ഇല്ലാത്ത സംഭവമാണ്. അടിപൊളി, നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആണ്. 1199 നിങ്ങൾക്ക് ഇത് ഒരിടത്തും കിട്ടില്ല. ചിങ്ങമാസം വരുമല്ലേ, കല്യാണങ്ങളും ബഹളമൊക്കെ, സമ്മാനങ്ങൾ കൊടുക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ പെട്ടെന്ന് എടുത്തോ. അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ല ഇത് ഒരിടത്ത് ഈ വിലയ്ക്ക് നിങ്ങൾക്ക് കിട്ടില്ലെന്ന്. അത് ഈ റീസ്റ്റോക്ക് പറയുമ്പേ നമുക്ക് ഇച്ചിരി ആയിട്ട് കിട്ടില്ല, കെട്ടുമ്പടി അവരയക്കും. അപ്പം എല്ലാ കളേഴ്സും നമുക്ക് വേണ്ടി വരില്ല, പക്ഷെ അവർ കെട്ടായിട്ട് തരുള്ളൂ. ഇന്ന കളറല്ലോ, അങ്ങനെ എടുക്കുമ്പോൾ 10 കളറിൻ്റെ വേറെ കളറിൻ്റെ ഓർഡർ ഉണ്ടെങ്കിൽ 10 കെട്ട് വരും. അങ്ങനെ വന്നപ്പോൾ കുറച്ച് ബാലൻസ് വന്നതാണ്. അപ്പോൾ അത് കാരണം ഇത് പെട്ടെന്ന് ഇതിങ്ങ് ഇട്ട് അടുത്ത പാറ്റേൺ കേട്ടാലോ. ഈ എന്നും വരുമല്ലേ കെട്ട്. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തു, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് വിളിച്ചു. വാർലി പ്രിൻറ്റിൻ്റെ ലിനൻ സാരി, കോട്ടൺ, പ്യുവർ കോട്ടൺ, 1399. ബ്ലൗസ് പീസാണ്. ബ്ലൗസ് സ്ട്രൈസാ, അടിപൊളിയാലോ. വാർലി പ്രിന്റ് സൂപ്പറാട്ടോ. ഇവിടെ ആണെങ്കിൽ ഇതേ എന്തോ ഒരു ആ ഇതുകൂട്ടൊക്കെ വെച്ച ടാസൽസ് പോലെ ഇത് ഇങ്ങനെയൊക്കെ വെച്ച എന്ത് സൂപ്പറാ. ആ റേറ്റ് എന്ത് പ്യുവർ കോട്ടണാന്ന് നോക്കിക്കേ. ആ നേളിലൊന്നും അടിക്കില്ല. ശരിക്കും ആ ലിനൻ സാരിയാണെന്നാണ് ഞാൻ ആദ്യം ഓർത്തെ. വാർലി പ്രിന്റിൻ്റെ പ്യുവർ കോട്ടൺ, ബ്ലൗസ് പീസ് സ്ട്രൈസും ആ ലേസ് ഇതൊക്കെ ഇങ്ങനെ വന്നപ്പോൾ ഭയങ്കര രസം. ഫോട്ടോ എന്താ ചെയ്യാ, ഫോട്ടോ എടുക്കാൻ ചാർജല്ലേ. ബ്ലൗസ് പീസ് വന്നത് ഇതാ. അല്ല, എല്ലാത്തിലും സ്ട്രൈസ് ആട്ടോ ബ്ലൗസ് തന്നെ. ഇത് പെട്ടെന്ന് തീരും കേട്ടോ. കാരണം എന്താ വെച്ചാൽ കോട്ടൺ സാരി ഇവിടെ ഇങ്ങനെ റെയർ ആയിട്ടുള്ളത് ഞാൻ കൊണ്ടുവരാറുള്ളൂ. എല്ലാ കോട്ടൺ സാരി എനിക്ക് ഇഷ്ടമല്ല, പിന്നെ വെറൈറ്റി ഉള്ള കോട്ടൺ സാരി എല്ലാം എടുക്കില്ലേ, വെറൈറ്റി കോട്ടൺ മാത്രമേ എടുക്കുകയുള്ളൂ. വലിയ താല്പര്യമില്ല. അപ്പം അത്ര ഗ്രാൻഡായിട്ടുള്ള കോട്ടൺ സാരി അത് വലിയ പിടിച്ചോറിയായിരിക്കും. ഇതാ സ്ട്രൈസാണ് ബ്ലൗസ് പീസ്. ഇതെല്ലാം വെറൈറ്റി അല്ലേ. എങ്ങോട്ട് നോക്കി എടുത്ത, എന്നെ നോക്കിയാണ് എടുത്തേ. ബ്ലൂ നല്ലതാണ്. വാർലി പ്രിന്റിന്റെ തന്നെ സംഭവം തന്നെ ഭയങ്കര ഗ്രാൻഡ് അല്ലേ നോക്ക്. വാർലി പ്രിന്റ് എന്ന് പറഞ്ഞാൽ തന്നെ നല്ലതാണ്. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തോ, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് വിളിക്കാം. ബ്ലാക്ക് കോട്ടൺ സാരിയിലെ ക്രോഷ്യോ. ഇതിൻ്റെ ബ്ലൂ ഇന്നാൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് എപ്പോൾ കാണിച്ചാലും എൻക്വയറികളാട്ടോ. നിങ്ങൾ ഓർക്കും ഇത് എല്ലാ വീഡിയോയിലും ഉണ്ടല്ലോ എന്ന്. അത്രയ്ക്ക് എൻക്വയറി. അതെന്നു വെച്ചാൽ ഒരാളെടുക്കുമ്പോൾ ചോദിച്ച് അങ്ങനെ ക്രോഷ്യോ 1299 ഉള്ളൂ. ഇതെല്ലാം ഹാൻഡ് വർക്ക് ആട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയണതാണ്. പക്ഷേ ഇത് പുതിയതായിട്ട് കാണുന്ന ഒത്തിരി പേര് കാണും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണട്ടോ. യേശുവിൻ്റെ കൃപയാൽ യേശുബ്ര നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിച്ച ദൈവജനത്തിനെയും കൊണ്ട് എന്നെ പോറ്റി പുലർത്തണം. എൻ്റെ പിതാവെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയോ ഫോളോ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ വലിയ അനുഗ്രഹം. അപ്പോൾ പെട്ടെന്ന് എടുത്തോ. അടിപൊളിയാണ്. 1299 ആണ്. നല്ല കളർ. ഉടുത്താൽ ഭയങ്കര രസമാട്ടോ. അതല്ല ഈ സാരി ഇത്രയും സൂപ്പർ ഹിറ്റായിട്ട് പോണത്. എല്ലാം ബ്ലോക്ക് പ്രിൻ്റ് ആട്ടോ. ഇത് ഈ 1299 അവരെങ്ങനെ ഇതുണ്ടാക്കി വിൽക്കണമെന്ന് അറിയാൻ പാടില്ല. നല്ല കഷ്ടപ്പാടാണ്. കാരണം ബ്ലോക്ക് പ്രിൻ്റ് ചെയ്ത് ഇത്രയും ക്രോഷ്യോ ഹാൻഡ് വർക്കും ചെയ്ത് ഡൈ ചെയ്ത് ഇങ്ങനെ 2 കളറാക്കി. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ 1299 ഈ സാരിക്കുള്ളൂ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര അതിശയമല്ലേ ഈ വിലയ്ക്ക്. അത് കാരണമായിരിക്കും. ഇതിന് കഠിനാധ്വാനം ഇതിൻ്റെ പുറകെ ഒത്തിരി ഉണ്ട്. ഓ, ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കണ കാരണമാണ് കൈ ഇങ്ങനെ നീട്ടി. എൻ്റെ പൊന്നെ മറന്നു പോവുക ഫോട്ടോയ്ക്ക്. ആനിക്കവള ഇതല്ല. അതെ ആനിക്കവളയുടെ കളർ
അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തു, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് വിളിച്ചു. ഇന്നിവിടെ ഇപ്പം ബൈബിൾ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. ചൊവ്വാഴ്ച എല്ലാ ദിവസവും ബൈബിൾ ക്ലാസ് ഉണ്ട് കേട്ടോ. ഞാൻ ഓർക്കുക 10-15 വർഷമായെന്ന് തോന്നുന്നു ബൈബിൾ ക്ലാസ് തുടങ്ങിയിട്ട്. ഈ കട തുടങ്ങിയിട്ട് 10 വർഷമായി. എന്നാലും 10-12 23 വർഷം ഉറപ്പായിട്ടുമായി. അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ ഈ ബൈബിൾ എന്നാ എനിക്ക് വായിച്ചാൽ ഒന്നും മനസ്സിലാകാറില്ല. ഇങ്ങനെ കാനായിലെ കല്യാണം അങ്ങനെ 2-3 കാര്യങ്ങളൊക്കെ അറിയാവുള്ളൂ ബൈബിളിലെ. അയ്യോ, സുവിശേഷം മാത്രം അധ്യായം, പിന്നെ സങ്കീർത്തനം, ഇത്രയൊക്കെ അറിയാവുള്ളൂ. ഇപ്പം ബൈബിൾ ഇങ്ങനെ പഠിച്ചപ്പോൾ എന്ത് രസമാണ്. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ അതിലെ അനുഗ്രഹങ്ങൾ, അയ്യോ അതൊക്കെ നമ്മളോട് പറഞ്ഞേക്കണല്ലേ. യേശയ്യൊക്കെ വായിക്കുമ്പോൾ എന്തോരം അനുഗ്രഹമല്ല നിൻ്റെ അതിര് വിസ്താരം. ഇങ്ങനെ നിങ്ങൾ ഓർക്കരുത്, ഞാൻ ബിസിനസ്സുകാരിയായിട്ടാണ് എന്നാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് ഭൗതികാനുഗ്രഹം, ആത്മീയാനുഗ്രഹം ഒത്തിരി ഇഷ്ടമാണ്. അത് നമ്മൾ ദൈവത്തിൻ്റെ കൃപയാൽ ഈ 2 അനുഗ്രഹവും കിട്ടുള്ളൂ. ആത്മീയാനുഗ്രഹത്തിൻ്റെ പുറകെ ഭൗതികാനുഗ്രഹം പുറകെയാട്ടോ. അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിന്, അതോടുകൂടി സകല നന്മയും ബിംബള. ദൈവരാജ്യത്തിൽ ഒരു മനുഷ്യൻ കയറണ എങ്ങനെയാണ്? യേശുവിനെ കർത്താവ് എന്ന ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാവ് കൊണ്ട് അത് ഏറ്റു പറയുമ്പോൾ ഏവനും രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടണ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? ആ കർത്തൃത്വം യേശുമ്പരാൻ ഏറ്റെടുക്കുമ്പോൾ എങ്ങനെയാണ് ഏറ്റെടുക്കണേ? പരിശുദ്ധാത്മാവിനെ നമ്മളെ അങ്ങ് ആക്കും. ആ പരിശുദ്ധാത്മാവാണ് പിന്നെ നമ്മളെ ഭരിക്കണേ. അതിന് പൂർണ്ണമായിട്ട് നമ്മൾ കീഴ്പ്പെടുമ്പോൾ നമ്മൾ ആ ദൈവരാജ്യത്തിൽ സമാധാനവും സന്തോഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും അനുഭവിച്ച്, ആ ദൈവരാജ്യത്തിൽ സുഖമെല്ലാം അനുഭവിച്ച് അതിൻ്റെ കൂടെ സകല നന്മയും പിമ്പടെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നമുക്ക് സുബോധം കിട്ടും. നാളെ എന്താണെന്ന് മനസ്സിലാക്കിയാലാണ് എനിക്കൊരു ബിസിനസ്സുകാരിക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാൻ പാടാണ്ട് ഇവിടം വരെ എത്തിച്ചതാണ്. സത്യത്തിൽ ഒരു മഹത്വം എനിക്ക് എടുക്കാൻ പറ്റൂല കേട്ടോ. ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ യേശുപ്പ എന്നോട് ക്ഷമിക്കണേ. കാരണം ഒന്നും അറിയാൻ പാടാത്ത എന്നെ ഇവിടം വരെ എത്തിച്ചെങ്കിൽ നിങ്ങളെല്ലാവർക്കും, നമ്മളെല്ലാവരിലും നല്ല കഴിവും കൊണ്ട് നമ്മളെ സൃഷ്ടിച്ചേക്കണം. ദൈവത്തിന് മുഖപക്ഷയില്ല. എല്ലാവരെയും സൃഷ്ടിച്ചപ്പോൾ ദൈവം ഒത്തിരി സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുക. അതെന്താണെന്ന് ദൈവത്തിൻ്റെ തിരുവിഷ്ടം നമ്മളീ കൂടെ നിറവേറട്ടെ. പിന്നെ എന്നതാ വിശേഷം? പിന്നെ സ്വർണ്ണക്കട സ്കീം കൂർണ കാര്യം. ഇപ്പോൾ എപ്പോഴും പുറത്തുനിന്ന് വരുന്നവരാട്ടോ. യേശുവിൻ്റെ കൃപയാൽ ഒത്തിരി പേര് സ്കീം കൂറുന്നുണ്ട്. ദൈവം അനുഗ്രഹിച്ച ദൈവജനത്തിനെയും കൊണ്ട് എന്നെ തുണിക്കടയും സ്വർണ്ണക്കടയും ഒക്കെ യേശുമ്പരാൻ അനുഗ്രഹിക്കണേ. അപ്പോൾ സ്കീം കൂടിയാൽ ഇന്ന് ഞാൻ ഓർക്കും കേട്ടോ. ഇന്നിവിടെ ബാങ്കിൽ ഈ ഡെയിലി കളക്ഷൻ ഇങ്ങനെ 500 രൂപ വെച്ച്. അപ്പോൾ ഒരാൾ നിർബന്ധിച്ച് പറഞ്ഞു ആ മനുഷ്യനൊരു ജോലി ആകട്ടെ എന്നോർത്ത്. ഞാൻ ഓർക്കുക 1,1,00,000 രൂപ ഞാൻ ഒരു വർഷം കൊണ്ട് അടച്ചു. എനിക്ക് പലിശ കിട്ടിയത് എത്രയാണെന്നറിയാം കേട്ടോ. 1,50,000 കൊണ്ട് ഡെയിലി 500 എന്ന് പറയുമ്പോൾ ഒരു 14,000-13,000 രൂപ എന്നായാലും വരും. എല്ലാ ദിവസവും വരും. ഈ ഞായറാഴ്ച മാത്രമല്ലേ വരാത്ത, ഞായറാഴ്ച പുള്ളി പിരിയണമല്ല, അല്ലാത്ത ദിവസമൊക്കെ എന്നായാലും 13,000 കൂടുതൽ കിട്ടും. 1,000 രൂപ ഈ ഒരു വർഷം കൊണ്ട് എനിക്ക് പലിശ കൊണ്ട് തന്നത് 1,000 രൂപയും. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക. ഗവൺമെൻറ് കേരള ബാങ്കാണെന്ന് ഓർക്കണം. 2% പോലും പലിശയില്ല. ഈ 1.5 വർഷത്തെ ഈ ഒരു ദിവസം അവർ പൈസ മറിക്കണമൊന്നും നമുക്ക് തന്നില്ല. ഈ ഒരു വർഷത്തേക്ക് ആകെ കിട്ടിയേക്കണത് 1,000 രൂപ. അപ്പോൾ നിങ്ങൾ സ്വർണ്ണക്കടയിൽ സ്കീം കൂടാൻ പറയുമ്പോൾ അയ്യോ സ്കീം കൂടിയിട്ട് എന്നാ കാര്യം, വെറുതെ സ്വർണം കിട്ടുമോ, വെറുതെ വല്ലതും കിട്ടുമോ? മേക്കിംഗ് ചാർജ് ലൈറ്റ് വെയ്റ്റിനൊക്കെ നല്ല മേക്കിംഗ് ചാർജാണ്. ഞാൻ 19% മേക്കിംഗ് ചാർജിന് വരെ അപ്പുറം മേടിച്ചോ. ഞാൻ മേക്കിംഗ് ചാർജ് അല്ല നോക്കാറ്, അതിൻ്റെ ഫിനിഷിങ്ങും പണിയാണ്. അല്ല മേക്കിംഗ് ചാർജ് കുറഞ്ഞതും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടെ കാണുമ്പോൾ എല്ലാവർക്കും നല്ലത് വേണം. നമ്മളെപ്പോഴും എൻ്റെ അഭിപ്രായം നല്ല ഭംഗിയുള്ള ആഭരണം എടുക്കണം. അപ്പോൾ നഷ്ടപ്പെടാണ്ട് നമ്മൾ കീപ്പ് ചെയ്യും. നമുക്ക് അടുത്ത ആൾക്കാർക്ക് ഇപ്പം എനിക്ക് എന്തെടുത്താലും കുഞ്ഞുങ്ങളുടെ ഇടുന്നതാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കണം. കാരണം എന്തിനാ എല്ലാം പാസ് ചെയ്ത് കുഞ്ഞുവിനോടെ ഇടാൻ പാകത്തിനാണെങ്കിൽ അത് നല്ലതല്ലേ. സ്വർണ്ണമായാലും എന്തായാലും സാരി ആയാലും എല്ലാം കുഞ്ഞുവിനോടെ യൂസ് ചെയ്യാൻ പറ്റിയത്. ഞാൻ അടുത്ത തലമുറയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റട്ടെ. സ്വർണ്ണമൊക്കെ ആകുമ്പോൾ നമ്മൾ 2-3 തലമുറയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റട്ടെ. അപ്പം നല്ലത് നോക്കിയെടുക്കുക. അതല്ല സ്വർണം ഇടാനല്ല, സ്വർണ്ണം ലിക്വിഡ് അസറ്റായിട്ട് കരുതുന്നവർക്ക് 10% താഴെയുള്ള മേക്കിംഗ് ചാർജ് ഉള്ളതുകൊണ്ട് GST അടച്ചാൽ മതി. അപ്പോൾ എന്നായാലും സ്കീമിൽ കൂടുന്ന കാര്യം നിങ്ങൾ മറക്കരുത്. സ്വർണ്ണത്തിൽ കിട്ടുന്ന ലാഭം ഇപ്പം നിലവിൽ ഒന്നിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താക്കിയിട്ടില്ല. അടിപൊളി ലിക്വിഡ് അസറ്റാണ്. നിങ്ങളിപ്പോൾ സ്വർണ്ണ സ്കീമിൽ കൂടുക, പണയം വയ്ക്കാം. നമുക്ക് ബാക്കിയുള്ള ഷെയറുകളൊക്കെ എടുത്ത് വെക്കണ പോലെ അല്ല, ഇത് പണയം വയ്ക്കാം, വിൽക്കാം. 10 മിനിറ്റും കൊണ്ട് കാശ് കിട്ടും. അപ്പോൾ ഒന്നല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ 9474575564 275 ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഇവിടെ വിളിച്ചാൽ കിട്ടില്ല, അവർ ഓൺലൈൻ നോക്കിയിട്ട് മറുപടി പറഞ്ഞില്ലല്ലോ ഒക്കെ എന്നൊന്ന് പറഞ്ഞുതരാം കേട്ടോ. വേറെ ഒന്നുമല്ല. അപ്പം ഞാനത് നോക്കി പറഞ്ഞോളാം കേട്ടോ, ഫോളോ അപ്പ് ചെയ്തോളാം. എൻ്റെ നമ്പറിൽ ഇട്ടാൽ കുഴപ്പം എന്നാന്ന് വെച്ചാൽ ഇതിനൊരു ഇങ്ങനെ കുറേ ഉണ്ടല്ലോ ഓൺലൈൻ നോക്കിയിട്ട്. അപ്പോൾ എനിക്ക് ഇവിടെ വന്നിട്ട് അവർക്ക് ആ നമ്പർ കൊടുത്തിട്ട് പൈസ വന്നത് അങ്ങനെയൊക്കെ രേഖപ്പെടുത്തി അങ്ങനെ ചെക്ക് ചെയ്യാനൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉള്ളൂ. ഞാൻ കടയിൽ വരുമ്പോഴത്തേനും ഉച്ചയാകും. അന്നപ്പോഴത്തേനും എല്ലാം വിറ്റ് പോകും. അത് കാരണം ഞാൻ അവരെ കോൺടാക്ട് ചെയ്യുന്ന പെട്ടെന്ന് പറയണം കേട്ടോ.
എന്നെ ഫോൺ വിളിക്കണതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാട്ടോ ആരെങ്കിലും ഓൺലൈൻ കണ്ടിട്ട് എന്നെ ഫോൺ വിളിക്കുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയാവോ. ഏതൊരു സ്വന്തക്കാരൊക്കെ കണ്ടിട്ട് വിളിക്കണം പോലെ. ഇവിടെ വരുമ്പോഴും അങ്ങനെ കേട്ടോ, ഓൺലൈനിൽ കാണുന്നവർ, വീഡിയോ കാണുന്നവരുടെ ചിരി കാണണം കേട്ടോ. അയ്യോ, സ്വന്തക്കാർക്കോ മക്കൾക്കോ പോലുമില്ല എന്നെ കാണുമ്പോൾ അത്രയും സന്തോഷം. യേശുമ്പരാൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ, ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.